ഹൈ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളത്തിൻ്റെ 5ാം പാദത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ACRONYM ആക്രണിം എന്നാണ് വായിക്കേണ്ടത്, നോട്ട് അക്രോണിം. ഇതെന്തെന്ന് ചോദിച്ചാൽ, പല പദങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു പദം, അതാണ് ആക്രണിം. പല പദങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു പദം. ആദ്യത്തെ 2 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വളരെ പരിചിതങ്ങളാണ്. ഒന്ന്, നെറ്റ്, NET, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. നെറ്റ് എന്നെഴുതുമ്പോൾ എല്ലാം വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റ് നെറ്റുകളുണ്ടല്ലോ, മോസ്കിറ്റോ നെറ്റ്, വീശുവല, ഇൻ്റർനെറ്റ് മുതലായവ. അതുകൊണ്ട് നെറ്റ് എല്ലാം വലിയ അക്ഷരം ഉപയോഗിക്കും. അടുത്തത് നീറ്റ്, അതും അതുപോലെ തന്നെ NEET. വേറൊരു നീറ്റുണ്ട്, NEAT, വൃത്തിയും വെടിപ്പും ഉള്ളത്. അതുകൊണ്ട് ഇതും നമുക്ക് ഓൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാം. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, അതാണ് നീറ്റ്. അടുത്ത ചില ഉദാഹരണങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ പ്രാദേശിക ഭാഷാ ശൈലി അനുസരിച്ച് നിങ്ങൾ ആഹാ, ഷെട, അയ്യോട എന്നൊക്കെ പ്രതികരിക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു. ആയിരിക്കണമെന്നില്ല. നമുക്ക് നോക്കാം. RADAR. നിങ്ങളതൊന്ന് വായിച്ച് കുറച്ചുകൂടെ ഉറക്കെ. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. നിങ്ങൾ വായിച്ചത് റഡാർ എന്നാണ്. തെറ്റാണ്. ദിസ് ഈസ് റേഡാർ. റേഡാർ. എന്താണ് റേഡാർ? റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്, അതാണ് റേഡാർ. അടുത്തത്, നിങ്ങൾ പല സ്ഥലത്തും സെലിബ്രേഷൻസിനും ഫെസ്റ്റിവലിനും ഒക്കെ കണ്ടിട്ടുണ്ട്, ലേസർ ഷോസ്. വാട്ട് ഈസ് ലേസർ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതിൽ നിന്നാണ് ലേസർ എന്ന വാക്കുണ്ടായിരിക്കുന്നത്. അടുത്തത്, സ്ക്യൂബ. കടലിലിറങ്ങുമ്പോൾ, സ്വിമ്മിംഗ് പൂളിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും മുങ്ങിമരണം നടക്കുമ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലും മറ്റും മാധ്യമങ്ങളിൽ കാണാറുണ്ട്. എന്താണ് സ്ക്യൂബ? സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീതിങ് അപ്പാരറ്റസ്. സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീതിങ് apparatus, that is scuba. SIM, subscriber identity module. Subscriber identity module is SIM. സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലം മുതൽ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് LOL. LOL. Laugh out loud. Laugh out loud is LOL. അടുത്തത് CAPTCHA. CAPTCHA. ഏതെങ്കിലും സൈറ്റിലൊക്കെ പോകുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ് ക്യാപ്ച. എന്താണ് ക്യാപ്ച? ലേശം നീളമുള്ളതാണ്. അതിൻ്റെ മലയാളം അർത്ഥം പറഞ്ഞു തരാൻ എന്നെ കൊണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ computers and humans apart.
completely automated public Turing test to tell computers and humans apart. അടുത്തത് JPEG ഇമേജസ് ഒക്കെ പടങ്ങൾ ഫോട്ടോഗ്രാഫ്സൊക്കെ നമ്മൾ JPEG-ൽ അയക്കും. പ്രത്യേകിച്ച് ഈ പ്രിൻറ്റിംഗ് പ്രസ്സിലൊക്കെ JPEG-ൽ കിട്ടുന്നതാണ് സൗകര്യം. ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക്സ് എക്സ്പേർട്സ് ഗ്രൂപ്പ്. ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക്സ് എക്സ്പേർട്സ് ഗ്രൂപ്പ്. SONAR, SONAR, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം എന്ന് തോന്നുന്നു. ഷോർട്ട് സെഷനായിരുന്നു. അവസാനമായി പതിവ് പോലെ ഒരു പഴഞ്ചൊല്ല് നോക്കാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നോ പ്രോഫറ്റ് ഈസ് ഹോണേഡ് ഇൻ ഹിസ് ഓൺ കൺട്രി. നോ പ്രോഫറ്റ് ഈസ് ഹോണേഡ് ഇൻ ഹിസ് ഓൺ കൺട്രി. നമുക്ക് അടുത്ത സെഷനിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.